പി വിഭാഗം സുന്നികളും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം, അതിലെ ഗുണദോഷങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ പി വിഭാഗം സുന്നികൾക്കുള്ള ഗുണങ്ങളെ കുറിച്ചാണ്, ദോഷങ്ങളെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. ഗുണങ്ങളെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഈ ഒരുപാട് കാലമായിട്ട് നിയമസഭ പ്രാദേശിക ഇലക്ഷനിലെ പി വിഭാഗം സുന്നികള് നമ്മൾ അറിയ പ്രകാരം ഇടതുപക്ഷത്തിനാണ് പിന്തുണക്കുന്നത്. അതുകൊണ്ടുള്ള ദോഷം എന്താ വെച്ചാല്, അവർക്ക് അവരെ വോട്ട് ബാങ്കിൽ ഒരു നല്ലൊരു കുടുക്കുണ്ട്, സ്വന്തം വോട്ട് ബാങ്കിൽ. അതായത് ഇന്ന സ്ഥലത്തേക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ചെയ്യണ അണികൾ ഒരു 70% ഉള്ള ഒരു സമയം ഉണ്ടായിരിക്കും. അത് പതിയെ കുറഞ്ഞ് ഏകദേശം ഒരു 40-ന്റെയും 50-ന്റെ അടിയിലെത്തി 40% മാത്രമേ ഉള്ളൂ എന്നിവരെ വാദിക്കുന്ന ആളുകളുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ, അങ്ങനെ തുടർച്ചയായിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണച്ച കാരണം കൊണ്ട് അടിയറച്ച ഇടതുപക്ഷത്തിന്റെ അനുഭാവികളായിക്കാണ്ട് ഒരു 40-50% ഇടയിൽ ആളുകളായി മാറി. അപ്പൊ ആ സന്ദർഭത്തിൽ UDF ചെയ്യണം എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ ആളുകൾ ഒരു കാലത്ത് ഒരിക്കലും ചെയ്യൂല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു. പിന്നെ രണ്ടാമത്തെ ഒരു നഷ്ടം എന്ന് പറഞ്ഞത്, ഇപ്പോ കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ അണികള് പൊതുവെ ഈ അടുത്ത കാലത്തായിട്ട് ഈ പ്രോഗ്രാമുകൾ, അതായത് അവർ നടത്തുന്ന സലാത്തുകള് കാര്യങ്ങൾ ഇതിലൊക്കെ പൊതുവെ ശ്രദ്ധിച്ചാൽ അവരെ മിക്കവാറും മൂലയന്മാർ അങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ് കൂടുതലും ഓരോ പരിപാടികളിലൊക്കെ ഉണ്ടാവുള്ളൂ. സാധാരണക്കാരുടെ അളവ് ഓരോ വർഷം തോറും കുറഞ്ഞു വരുന്നു. എല്ലാ സംഘടനയിലും ഉണ്ട്, പക്ഷെ ഇതില് കൂടുതലായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അത് കാരണം എന്താ വെച്ചാല്, ആദ്യം SSFന്റെ പ്രവർത്തകനായിരുന്നു അയാള്, മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കും. പിന്നെ രണ്ടിലും ഒരുമിച്ച് പ്രവർത്തിച്ച് അവസാനം മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാകും. ഈ ഒരു വിഷയം മുമ്പ് മറ്റുള്ള കെ വിഭാഗം സുന്നികൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരേ സമയം സുന്നിയിലും മാർക്സിസ്റ്റ് ലീഗിലും പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിച്ച് ലീഗിൽ മാത്രമായുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ മറ്റേ മതപരമായ പരിപാടിക്കൊക്കെ ആളുകളുടെ എണ്ണം കുറച്ചൊരു കുറവുണ്ട്. പക്ഷെ ഇത് മാർക്സിസ്റ്റ് പാർട്ടിന്റെ ഇതും ഇടതുപക്ഷവും പി വിഭാഗത്തും തമ്മിലുള്ള ഒരു വിഷയത്തിൽ മറ്റുള്ളതിനായിട്ട് അപകടകരമായ രീതിയിൽ പി വിഭാഗത്തിന്റെ ആളുകൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കെ വിഭാഗത്തിന്റെ ആളുകൾക്ക് അത്ര നഷ്ടം സംഭവിച്ചില്ല. കാരണം അവിടെയും കുറേയൊക്കെ മതപരമായിട്ട് പല സംഗതികളും കാര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് അത്ര നഷ്ടം സംഭവിച്ചിട്ടില്ല. പിന്നെ വേറൊരു നഷ്ടം എന്ന് പറയാനുള്ളത്, അതും ഇത് എന്ന് പറഞ്ഞാല് പ്രാദേശിക ഇലക്ഷനില് ഇടതുപക്ഷം സാധാരണ ചെയ്യല്, അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് ഏത് പ്രവർത്തകൻ ഉണ്ടെങ്കിലും അവർക്കൊന്നും മിക്കവാറും സീറ്റ് കൊടുക്കൂല. ആ പ്രാദേശിക തലത്തിൽ ഏതെങ്കിലും കുടുംബത്തിലൊക്കെ സ്വാധീനമുള്ള ഒരു പി വിഭാഗത്തിന്റെ ഹാജിയാരെ ഏതെങ്കിലും പൈസക്കാരനെ ആരെങ്കിലും പിടിച്ച് സാധാരണ സ്ഥാനാർത്ഥികളാക്കല് ഉണ്ടായാല് പുരുഷ വാർഡില്, വനിതാ വാർഡിലാണെങ്കിൽ പിന്നെ ആരെങ്കിലും ഒക്കെ പിടിച്ചാക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോ ആ ഒരു ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി ഇവരെ പരമാവധി ശ്രമിക്കും. അവരുടെ പ്രവർത്തകരൊക്കെ പരമാവധി ശ്രമിക്കും. ആ കൂട്ടത്തിൽ മിക്കവാറും അവിടെ ഒരു പാനീയങ്ങൾ ഒഴിക്കുന്ന സൽക്കാരങ്ങളൊക്കെ നടത്തിക്കാണ്ടായാലും ജയിക്കാനുള്ള ശ്രമം ചില ആളുകളെങ്കിലും നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തിയിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാം. ആ ഒരു നടത്തിയ ഇത് കാരണമായിട്ട് എത്രയോ ആളുകൾ ആദ്യമായിട്ട് ആ പാനീയം രുചിച്ചിട്ടുണ്ട്. ആ ഒരു പരിപാടി മറ്റുള്ളവരൊന്നും അങ്ങനെ രുചിക്കല്ല, നടത്തല്ല എന്നൊന്നുമല്ല പറഞ്ഞത്. പക്ഷെ ഒരിക്കലും അങ്ങനെ അതിലേക്ക് വീഴാൻ സാധ്യതയില്ലാത്ത ആളുകളെ വീഴ്ത്തിയിലെ ഒരു ഘടകത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തരേണ്ടത്. മനസ്സിലാവുന്നവർക്ക് സംഗതി മനസ്സിലാവും, അല്ലാത്തവര് തിരാത്തവന് നട്ടം തിരി. പിന്നെ ഗുണങ്ങൾ ഉണ്ടാച്ച ഗുണങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പം മറ്റേ ഹജ്ജ് കമ്മിറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്മിറ്റി, അതിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പി വിഭാഗം സുന്നികൾക്ക് കുറച്ചൊക്കെ സ്വാധീനം ഉണ്ടാകും. പക്ഷെ അവരറിയാതെ അല്ലെങ്കിൽ അറിയുണ്ടാവും. പക്ഷെ ഇപ്പൊ അമേരിക്ക ഒക്കെ ഇവിടെ സൗദിയിലൊക്കെ പോയി ഇത് ടെന്റ് അടിച്ചു, അവസാനം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആ ഒരു അവസ്ഥയ്ക്ക് എത്തിയെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം പല പ്രവർത്തകരും മതം ഉപേക്ഷിച്ച ആളുകൾ വരെയുണ്ട്. എനിക്കറിയാം, നമ്മൾക്ക് അറിവിൽ തന്നെ ഉണ്ട്. ആദ്യം പിന്നെ മാർക്സിസ്റ്റ്, സ്ഥിരം മാർക്സിസ്റ്റായി അങ്ങനെ പ്രവർത്തിച്ച ആളുകള് കണ്ട് പോയ ആളുകൾ ആരെങ്കിലും തെളിവ് വെച്ച് നമ്മൾ ആളെ ചൂണ്ടിക്കാണിച്ചു തന്നെ തരും. പക്ഷെ കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോൾ അത്രക്കില്ല. നമ്മളെ അറിവിലുള്ള കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞാല് അവര് കോൺഗ്രസ് ആണെങ്കിലും രണ്ടിലും എന്നും സജീവമായിരിക്കും. അങ്ങനെ ഒരു മാറ്റം നിങ്ങള് നാട്ടില് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.